കോട്ടയം പൂഞ്ഞാറിലേക്കാണ് പോകുന്നത്. പൂഞ്ഞാറിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ജ്യോതിഷ് മോഹനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ജ്യോതിഷ്, എന്താണ് പൂഞ്ഞാറിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നൗഫൽ, പൂഞ്ഞാർ പയ്യാനി തോട്ടത്ത് വീടിന് മുകളിലേക്ക് ഉരുൾപൊട്ടി ഒലിച്ച സ്ഥലത്താണ് നിൽക്കുന്നത്. അതിൽ രണ്ടാമത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുള്ള തിരച്ചിൽ മണ്ണിനടിയിൽ കിടക്കുന്നത് ആളെ കിട്ടിയിട്ടുണ്ട്. റെജീന എന്നാണ് അവരുടെ പേര്. അവരുടെ മകനാണ് രാവിലെ മരിച്ചത്. റെജീനയുടെ മകനായ ജോസഫൈൻ്റെ മൃതശരീരം രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം നടത്തിയ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ തോതിലുള്ള മണ്ണ് ഇടിഞ്ഞു വീണ് ഈ വീട് അപ്പാടെ തന്നെ കാണാതെ ആയ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ മുകളിലേക്ക് ഇത്തരത്തിൽ മണ്ണ് ഇടിച്ച് ഇറങ്ങി വന്നതാണ്. അവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഏകദേശം റെജീനയുടെ ഇതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് തുടർന്നുള്ള തിരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും ഏറെക്കുറെ മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കാരണം മണ്ണിനടിയിൽ ഇത്രയും നേരം, അതായത് രാവിലെ പുലർച്ചെ നടന്ന ഉരുൾപൊട്ടലാണ്. അതിനുശേഷം ഇത്രയും നേരം മണ്ണിനടിയിൽ ആയിരുന്നു. മകൻ ജോസഫൈൻ്റെ മൃതദേഹം നേരത്തെ കുറച്ച് മുമ്പ് കണ്ടെത്തിയിരുന്നു. അത് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ രണ്ടുപേരായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ആ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് പരിസരത്ത് മറ്റ് വീടുകളുണ്ടെങ്കിൽ പോലും മറ്റ് വീടുകളിലേക്കൊന്നും തന്നെ ഇത് വന്ന് പതിച്ചില്ല. നേരെ ഈ വീട്ടിലേക്ക് തന്നെയായിരുന്നു. ആ വീട് മുഴുവനായിട്ട് തന്നെ നശിച്ചു പോവുകയായിരുന്നു. ഇപ്പം നിലവിൽ രക്ഷാപ്രവർത്തകർ ചേർന്നുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള പരിസരത്തുള്ള ഈ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു അവസാന വട്ടത്തിലുള്ള തെരച്ചിലാണ്. ഇപ്പോൾ ഏതാണ്ട് കൈ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തുടർന്ന് റെജീനയുടെ കൈ തന്നെയാണ്. റെജീന ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ അവർ തിരച്ചിൽ നടത്തുകയാണ്. മരണപ്പെട്ടു എന്നുള്ളൊരു സൂചന ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നില്ല. പക്ഷേ എന്തായാലും മണിക്കൂറുകൾ നേരം ആയി ഈ റെജീന ഈ മണ്ണിനടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രദേശത്ത് ഒരു പ്രദേശമാകമാനം മാറ്റിമറിച്ചുകൊണ്ടുള്ളൊരു ഉരുൾപൊട്ടലാണ് ദൃശ്യങ്ങളിൽ തന്നെ വെളിവാകുന്നത്. അത്തരത്തിൽ മണ്ണ് വന്ന് ഇടിച്ചു വീഴുകയായിരുന്നു ഈ വീടിൻ്റെ മുകളിലായിട്ട്. വീട് കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ തകർന്നു പോയിട്ടുണ്ട്. വീടിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സൂചന ഈ വീട് ഈ ഭാഗത്തുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന പോലും ഇല്ലാത്ത തരത്തിലേക്കാണ് മണ്ണ് വന്ന് പതിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഈ ഭാഗത്ത് ഒരു വലിയൊരു ദുരന്തം ഈ പൂഞ്ഞാർ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരാളുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ജോസഫൈൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജോസഫൈൻ്റെ അമ്മയാണ് ഈ പറയുന്ന റെജീനയാണ് ഇപ്പം മണ്ണിനടിയിൽ നിന്ന് റെജീനയുടെ കൈ ലഭിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനെ തുടർന്നുള്ള മണ്ണ് മാറ്റിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും മരണപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ജീവൻ നഷ്ടമായി എന്നുള്ളൊരു തരത്തിലുള്ള ഒരു രീതിയിലാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുമുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും അത് പുറത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തകർ പൂഞ്ഞാറിലെ ഈ വീടിൻ്റെ മുന്നിലുള്ള തകർന്നുപോയ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൗഫൽ.